ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഇൻ്റർനാഷണൽ യാത്രയുടെ തുടക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നു. അവിടെ ബാഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞ് എമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ ഇരിപ്പാണ് കേട്ടോ. നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഫ്ലൈറ്റ് അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. എത്ര വട്ടം കയറിയാലും വീണ്ടും ഒരു ആകാംക്ഷയാണല്ലേ ടേക്ക് ഓഫ് ടൈമിൽ. ഒരു 3 മണിക്കൂറോളം ആകാശത്ത് പറന്നിട്ടുള്ള ഒരു യാത്രയ്ക്ക് അവസാനം ലൈറ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു സിറ്റി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏകദേശം എയർപോർട്ട് അടുത്തിട്ടുണ്ടെന്നുള്ളൊരു വിഷനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശരിയാണ്, നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് ഒരുങ്ങുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാൻഡിങ് അടിപൊളിയായിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ ലാൻഡിങ് വരണേ എന്നുള്ളത്, എത്ര സേഫായിട്ടാണ് അവർ ലാൻഡിങ് പ്രോസസ്സ് നടത്തണമെന്നുള്ളത് ഓക്കെ. അങ്ങനെ ഇറങ്ങിട്ടോ ഇറങ്ങി നമ്മളങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ എമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. വിസ ഓൺ അറൈവൽ ആയിരുന്നു. ഇപ്പോൾ വിസ ഫ്രീ ആണ് നമ്മുടെ തായ്ലൻഡ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഒരു സിം എടുക്കാം കേട്ടോ. ബാഗേജൊക്കെ കളക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് സിം എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇവിടെ നിറച്ച് ഒരുപാട് കണക്ഷൻ്റെ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ആദ്യം ഞാൻ പട്ടായയിലേക്കാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പട്ടായയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ബസ്സുകൾ കിട്ടും. അപ്പോൾ ബസ്സുകൾ കിടക്കുന്ന ആ ഭാഗത്തേക്ക് ടെർമിനലിലേക്ക് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. പിന്നെ നമുക്ക് ചെറിയ റേഞ്ചിൽ, അതായത് ട്രാവൽ പാക്കേജ് ഉള്ള സിം എടുക്കാൻ പറ്റും. ഡിടാക്കിൻ്റെ സിം എടുത്തോളൂ. അതാകുമ്പോൾ ഒരുപാട് നല്ല റേഞ്ചും ഒരുപാട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു സിമ്മാണ്. ഇപ്പോൾ ഇവിടുത്തെ സമയം 5 മണി. ബാങ്കോക്ക് ഡോൺമോങ് എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബസ് കിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. ടാക്സികളൊക്കെ ഇവിടെ കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് പട്ടായയിലേക്കാണ് യാത്ര. പട്ടായയിലേക്ക് യാത്ര പോകുന്ന ബസ് നമ്മുടെ ഇവിടെ നമ്പർ 1 കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ വന്ന ബസ്സൊക്കെ എടുത്ത് പോകാം. ടാക്സിക്കൊക്കെ ആവശ്യമില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മളോട് കോഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ ഡോൺമോങ്ങിൽ വന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊജിത്ത് ബസ് ടെർമിനലിലേക്ക് വന്നിറങ്ങാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ച് നമുക്ക് തായ്ലൻഡ് മൊത്തം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൊജിത്ത് ബസ് ടെർമിനലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് കാണുന്നത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 140 ബാത്താണ് വന്നിട്ടുള്ളത്, തായ് ബാത്ത്, മൊജിത്ത് നിന്ന് പട്ടായയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 42 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ നമുക്കിങ്ങനെ 38 കണ്ടു, 40, 41, 42 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 42-ൽ നമ്മളിവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പട്ടായ ബസ് ടെർമിനലിൽ അങ്ങനെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ടാക്സി വിളിക്കേണ്ട സൗകര്യത്തിനൊക്കെ ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടാക്സി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രീം ഹോട്ടലിലാണ് ഇന്നത്തെ സ്റ്റേ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ വന്നേക്ക് കേട്ടോ. ദേശം പണ്ടാലടങ്ങി. ഇത് കണ്ടില്ലേ, നമ്മുടെ തായ്ലൻഡിൽ പട്ടായയിൽ ഒരു മലയാളി ഹോട്ടൽ അന്വേഷിച്ച് ഇനി ആരും നടക്കണ്ട. നമ്മുടെ പട്ടായയിൽ തന്നെയുണ്ട് കേരള ഹോട്ടൽ എന്നുള്ള പേരിൽ ഒരു മലയാളി ഫുഡുകൾ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ എല്ലാവരും ഈ പോയിന്റ് നോട്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്ഥലം ടൈഗർ പാർക്കാണ്. അത് ഞാൻ 2ാം ഭാഗമായിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണുക. ഓക്കെ, ബൈ.